ഉറപ്പായിട്ടും ഞാൻ ആരോപണം മീഡിയയുടെ മുന്നിൽ ഉന്നയിച്ച ഞാൻ 3 കാര്യങ്ങളാണ് 3 പേരുടെ പരാമർശങ്ങളാണ് എൻ്റെ എല്ലാ വീഡിയോയിലും വന്നിട്ടുള്ളത്. അതിൽ ഒരാളാണ് എനിക്ക് പറയാനുള്ള ആൾ. ആ ആളുടെ പേര് ഞാൻ മീഡിയ അവിടെ കൊടുത്തിട്ടുണ്ട്, അതോറിറ്റിക്ക് കൊടുത്തിട്ടുണ്ട്, എൻക്വയറി അതോറിറ്റിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ള 2 പേരെന്ന് പറയുന്നത് ഒന്ന് മരണപ്പെട്ടു പോയ ഒരു ഹാസ്യ നടനാണ്. ആ ഹാസ്യ നടൻ വേർബലി ചോദിച്ച സാധനത്തിന് ഞാൻ നിങ്ങളെൻ്റെ അച്ഛൻ്റെയും അപ്പൂപ്പൻ്റെയും പ്രായമുള്ള ഒരാളാണ് എന്ന് പറഞ്ഞ് അത് അപ്പം തന്നെ കൊടുത്തൊരു സാധനം അത് ഒഴിവാക്കി. അതിപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിട്ട് മരണപ്പെട്ട ഒരാളാണ് ആളെ നമ്മൾ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ വേറൊരു ഡയറക്ടർ ആ ലൊക്കേഷനിലെ 2 കുട്ടികളെ അബ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ കുട്ടികൾ വന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ സിനിമയ്ക്ക് വേണ്ടി ഈ സമയത്ത് ഇത്തരം ഒരു പ്രവൃത്തിയിലേക്ക് പോകരുത്, എൻ്റെ അനിയത്തിമാരെ മൂലം പറയുകയാണ്. നിങ്ങൾ ഇതിനു വേണ്ടി തയ്യാറായാൽ ഇനി നിങ്ങൾക്ക് എല്ലാ പടത്തിലേക്കും ഇതുപോലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യം പോകേണ്ടി വരും എന്നൊരു ഉപദേശം ഞാൻ ആ കുട്ടികൾക്ക് കൊടുത്തതും അതേപോലെ ആ ഡയറക്ടറോട് ഞാൻ എൻ്റെ കഷ്ടകാലത്തിനൊന്ന് പറഞ്ഞു പോയി, ഇവിടെ വരുന്ന പെൺകുട്ടികളെ ഇത്തരത്തിൽ യൂസ് ചെയ്യാതിരിക്കുക, കാരണം അത് ചെറിയ മക്കളാണ്, എങ്ങനെ തോന്നുന്നു എന്നൊരു വാക്ക് ചോദിച്ചതിന് എനിക്ക് 16 ദിവസത്തെ ഷൂട്ടുള്ള എന്നെ 10 ദിവസം കൊണ്ട് പാക്ക് ചെയ്യുകയും ഒരേ സാധനം തന്നെ ഒരുപാട് തവണ ഷൂട്ട് ചെയ്യിപ്പിക്കുകയും പിന്നീട് ഒരു വിരോധിയെ, ഒരു ശത്രുവിനെ, ഒരു പാകിസ്ഥാനിലെ ഇന്ത്യക്കാരിലെ 2 പേരും നമ്മളെ എനിമീസ് വരുമല്ലോ അതേപോലത്തെ ഒരു മുഖഭാവത്തിൽ കാണുകയും ചെയ്തു. പബ്ലിക്കിൻ്റെ മുമ്പിൽ വളരെ മാന്യമായിട്ട് ഇടപെടുകയും കാണുമ്പോൾ ചിരിക്കുകയും ചെയ്യും. പക്ഷേ അതേ വ്യക്തി തന്നെ എന്നെക്കുറിച്ച് മോശമായിട്ട് പല ലൊക്കേഷനിലും പറഞ്ഞതായിട്ട് അറിയുന്നുണ്ട്. ഇന്നലത്തെ ദിവസം രാവിലെ വന്ന വാർത്ത, അതായത് ഈ വ്യക്തി ഇന്ന ആളല്ല, പ്രമുഖ നടനല്ല എന്ന് സോണിയ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും മാധ്യമങ്ങളിൽ വന്നു. പിന്നീട് പറയുന്നു ആ വ്യക്തി തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഒരു ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ ഇങ്ങനെ ഇത്രയും ചാനലും ഈ വക പിന്നെ ഇത്രയും ഈ സാധനങ്ങളൊക്കെ. ഇതേപോലെ ഓൺലൈൻ മീഡിയയിൽ ഒരെണ്ണത്തിൽ കൊടുത്തപ്പോൾ എഡിറ്റഡ് വേർഷൻ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ കാര്യം ഒരാളുടെ പേര് എടുത്തെടുത്ത് ചോദിച്ചിട്ട് എൻ്റെ വായിന്ന് കേൾക്കാൻ വേണ്ടി ആണോ എന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞത് ഇതാണ്, ഞാനായിട്ട് ആ പേരിപ്പോൾ ഇവിടെ പറയാം, ഞാൻ ഒരു മീഡിയയ്ക്കും പ്രൈം മീഡിയകൾക്ക് ഒന്നും കൊടുത്തിട്ടില്ല, അപ്പോൾ പിന്നെ നിങ്ങളുടെ മീഡിയയ്ക്ക് ഞാൻ ആ പേരായിട്ട് പറയില്ല. അപ്പോൾ അല്ലേ ഞാൻ പറഞ്ഞു അല്ല എന്ന്. ഇനി നിങ്ങൾ മറ്റൊരെണ്ണം ചോദിച്ചാലും ഞാൻ അല്ല എന്ന് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ആണോ എന്ന് ചോദിക്കുന്നതും അല്ല എന്ന് പറയണം മാത്രം ക്ലബ് ചെയ്തു. രണ്ടാമത് പറഞ്ഞ സാധനങ്ങൾ അതിൽ എഡിറ്റഡ് അല്ല, എഡിറ്റ് ചെയ്തിട്ടാണ് ആ സാധനം, ലൈവ് അല്ലല്ലോ ഇതേപോലെ. അപ്പോൾ എഡിറ്റഡ് സാധനത്തിൽ ആളാണോ അല്ല അതിനെ എടുത്ത് എല്ലാവരും കൂടെ ഇത്രയും അലക്കി. അങ്ങനെ ഒരു ചോദ്യം വന്ന സാഹചര്യത്തിൽ ആ പറയുന്ന നടൻ്റെ പേരടക്കം ആ മാധ്യമം ചില പോസ്റ്ററുകൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ആ പോസ്റ്ററുകൾ സമൂഹ മാധ്യമങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് സോണിയ തന്നെ ഈ വാർത്ത തെറ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനർത്ഥം ആ നടൻ തന്നെയാണ് എന്നല്ലേ? അങ്ങനല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ ആരെങ്കിലും ഇപ്പം ഈ എക്സാക്ട്ലി ഒരാളുടെ പേര് പറഞ്ഞിട്ട് ആ നടനെതിരെ പറയുന്നുണ്ടല്ലോ, അതായത് ഇയാൾക്കെതിരെ അല്ല ആരോപണം വേറൊരാളാണ് ചെയ്തത്, അങ്ങനെ അത് വേറൊരാളുടെ പേര് അവിടെ വരുന്നു. ഒന്ന് ആ പരാമർശം, അടുത്തത് ഇത്തരം കാര്യം ചെയ്ത ആളിനെ തല്ലി വിട്ടു, അടിച്ചെന്നു, അങ്ങനെ എന്തോ ഒരു ഇതാണ് വന്നത്, ഉപദ്രവിച്ചു എന്നുള്ള, ഞാൻ തന്നെ തല്ല് കൊടുത്ത് വിട്ടു എന്ന് പറഞ്ഞു. അപ്പം ഈ ഉണ്ടാകുന്ന ഇഷ്യൂവിനെ, ആ ഉണ്ടായിരിക്കുന്ന ഇഷ്യൂസിൻ്റെ സീരിയസ്നെസ് കളഞ്ഞുകൊണ്ട് ആരാണോ ഇതിപ്പം അവർക്ക് ഇത്തരം പോസ്റ്ററുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഈസിയാണ്. അത് ഈ ആരോപിക്കപ്പെട്ട നടനായാലും അല്ലെങ്കിൽ പോലും അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ആ പറഞ്ഞിരിക്കുന്ന എക്സാക്ട് മാറ്റർ ഫേക്കാണ് എന്നുള്ളതാണ്. അത് ആ നടനാണോ നടനല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഞാൻ പറയാത്ത കാര്യം ഇനി ആരുടെ ഇതിൽ വന്നാലും ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ്സ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്, അതാണ് ഞാൻ അവിടെ പറഞ്ഞത്.